കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഗനൈസിങ്ങിൻ്റെ പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓർഗനൈസിങ് എന്നത് മാനേജീരിയൽ ഫംഗ്ഷനിൽ രണ്ടാമത്തെയാണ്. പ്ലാനിങ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ജോലിയാണ്, ഫംഗ്ഷനാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ്ങിന് 4 സ്റ്റെപ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഐഡൻറ്റിഫൈയിങ് ദ വർക്ക് ആൻഡ് ഡിവൈഡിങ് ദ വർക്ക് ഇൻ ടു സ്മോൾ യൂണിറ്റ്സ്, ദെൻ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, അതായത് ഗ്രൂപ്പിംഗ് ദ സിമിലർ ജോബ്സ് ടു എ സിംഗിൾ ഡിപ്പാർട്ട്മെന്റ്, ദെൻ അസൈനിങ് ഡ്യൂട്ടീസ്, സബോർഡിനേറ്റ്സിന് അവരവരുടെ ഡ്യൂട്ടി എന്തൊക്കെയെന്ന് ഏൽപ്പിച്ചു കൊടുക്കൽ. 4 അധികാര ഉത്തരവാദിത്ത ബന്ധം സ്ഥാപിക്കുക, അതായത് ഏത് ജോലിക്കാരൻ ഏത് സുപ്പീരിയറോട് റിപ്പോർട്ട് ചെയ്യണമെന്നും ഏത് മേലധികാരി അഥവാ സൂപ്പർവൈസർ ഏത് വർക്കറോട് ഓർഡർ കൊടുക്കണമെന്നുള്ള അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എന്ന 4ാമത്തെ പോയിന്റ് പറയുന്നത്. ഇങ്ങനെ 4 കാര്യങ്ങളിലൂടെ സ്റ്റേജസിലൂടെയാണ് ഓർഗനൈസിങ് ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവണമെന്നാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. നൗ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓർഗനൈസിംഗ് is important for an enterprise because it clarifies the roles and responsibilities and it promotes the efficient use of resources and improves communication and coordination. റിസോഴ്സസിന്റെ എഫിഷ്യന്റ് യൂസ് അത് പ്രൊമോട്ട് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും പ്രൊമോട്ട് ചെയ്യുന്നു, മെച്ചപ്പെടുത്തുന്നു. നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സുപ്പീരിയർ റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ചാനലിലൂടെ തന്നെ കമ്മ്യൂണിക്കേഷൻ പോകുന്നു. അതാണ് കമ്മ്യൂണിക്കേഷനെ ഇംപ്രൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ ക്ലിയർ ആയിട്ട് ഏത് സുപ്പീരിയറുമായിട്ട് സഹകരിച്ച് ഏത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ച് കോർഡിനേറ്റ് ചെയ്ത് പോകണം എന്നുള്ളതിന് കൺഫ്യൂഷൻ ഇല്ലാതാവുന്നു. അപ്പോൾ കൺഫ്യൂഷൻ കുറയുമ്പോൾ തീർച്ചയായിട്ടും ഓർഗനൈസിങ് മെച്ചപ്പെടുന്നു. ഓർഗനൈസിങ് അതുകൊണ്ട് കമ്പനിയുടെ ഓരോ വർക്കറുടെ റോള് ക്ലാരിഫൈ ചെയ്യുന്നു, അവനവൻ്റെ റെസ്പോൺസിബിലിറ്റി ക്ലാരിഫൈ ചെയ്യുന്നു, അവരുടെ അധികാരം അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ലിമിറ്റ് എന്താണെന്ന് വ്യക്തത വരുന്നു, എല്ലാത്തിലും ഒരു വ്യക്തത ഉണ്ടാകുന്നു. നമ്മൾ പോയിന്റ്സ് ഓരോന്നോരോന്ന് നോക്കുകയാണ്. ഓർഗനൈസിങ്ങിൻ്റെ ബെനിഫിറ്റിൽ 1ാമത്തെ പോയിന്റ് ഇതാണ്, സ്പെഷ്യലൈസേഷൻ്റെ മെച്ചം കൈവരുന്നു. ഒരാൾ ഒരു പണി തന്നെ സ്ഥിരമായിട്ട് ചെയ്യുകയാണ്, അയാൾക്ക് ആ വർക്ക് തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അയാൾ ചെയ്യുന്നത് വർക്ക് അയാൾക്ക് അങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് കിട്ടുക. സെയിം ടൈപ്പ് ഓഫ് ജോബ് ചെയ്യുന്ന ആൾക്കാരെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് വരുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ആവർത്തിച്ച് ചെയ്യുന്ന ആൾ എക്സ്പെർട്ട് ആവുന്നു, സ്പെഷ്യലിസ്റ്റ് ആവുന്നു. അതായത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ആ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്പെഷ്യലൈസേഷൻ്റെ ബെനിഫിറ്റ് കിട്ടും. 2 ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്സ്, അതാണ് 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞത്. അതായത് ഞാൻ ആരുടെ സബോർഡിനേറ്റ് ആണ്, ഞാൻ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ ബൗണ്ടറി ലിമിറ്റ് എന്താണ് അല്ലെങ്കിൽ എന്നുള്ള കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻ ഒഴിയുന്നു, ആംബിഗ്വിറ്റി ഒഴിയുന്നു. ഇത് വ്യക്തമായ ധാരണയോടുകൂടിയുള്ള ജോലിയുടെ പെർഫോമൻസിലേക്ക് നയിക്കുന്നു. അത് നല്ല കാര്യമാണ്. അത് ഓർഗനൈസിങ്ങിൻ്റെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത്. 3 ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷനാണ്. ഫലപ്രദമായിട്ടുള്ള ഭരണനിർവഹണം നടത്താൻ മാനേജ്മെൻറ്റിന് ഇത് ഉപകാരപ്രദമാണ്. ആർക്ക് എങ്ങനെ വർക്ക് ഓർഗനൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് മുൻധാരണ പ്ലാൻ ഉണ്ടാക്കാൻ കഴിയുന്നു. 4 ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളെ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഒട്ടും വേസ്റ്റേജസ് ഉണ്ടാകുന്നില്ല, വർക്കിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നില്ല. ഇതെല്ലാം വർക്ക് നേരത്തെ നന്നായി ഓർഗനൈസ് ചെയ്ത് പ്ലാൻ ചെയ്യുന്നതുകൊണ്ടാണ്. 5 കമ്പനിയുടെ ഗ്രോത്തിന് നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വർക്ക് നടക്കുന്ന കമ്പനിയിൽ ക്വാളിറ്റിയുള്ള വർക്ക് നടക്കും, വേസ്റ്റേജ് റെഡ്യൂസ്ഡ് ആകും, ക്വാളിറ്റിയുള്ള സർവീസ് പ്രൊഡ്യൂസ്ഡ് ആകും, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് വളരെ ക്ലിയർ ആണ്. ഇങ്ങനെ വരുമ്പോൾ കമ്പനിയുടെ പ്രോഡക്റ്റും സർവീസും നല്ലതായിരിക്കും, നല്ല പബ്ലിക് ഇമേജ് ഉണ്ടാവും, കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാകും, പുതിയ ലൈൻ ഓഫ് പ്രോഡക്റ്റ് ആരംഭിക്കാം, പുതിയ ബ്രാഞ്ച് ആരംഭിക്കാം, കൂടുതൽ ഏരിയയിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം. ഇങ്ങനെ ഗ്രോത്ത് കൊണ്ടുവരാൻ ഈസിയാണ് നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി. ദെൻ അതുകൊണ്ടുള്ള വേറൊരു ഗുണം മാറ്റങ്ങളോട് ചേഞ്ചസിനോട് അഡാപ്റ്റ് ആവാൻ നമുക്ക് ഈസിയാണ്. മാറ്റങ്ങളോട് ഇണങ്ങിച്ചേരാൻ നമുക്ക് എളുപ്പത്തിൽ കഴിയുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു പുതിയ ചേഞ്ച് കൊണ്ടുവന്നാൽ ആ ചേഞ്ചിനനുസരിച്ച് എന്തെന്ത് മോഡിഫിക്കേഷൻ വരണമെന്ന് ഓരോ വർക്കർക്കും കൃത്യമായി പുതിയ അറിയിപ്പുകൾ ലഭിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവനവൻ്റെ വർക്കിൽ വരുത്തേണ്ട ചെറിയ മാറ്റം അയാൾക്ക് ഈസിയായി കൊണ്ടുവരാൻ സാധിക്കുന്നു. അപ്പോൾ ടോട്ടൽ ഓർഗനൈസേഷൻ്റെ ആ കാര്യങ്ങൾ ഈസിയായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. കാരണം ഓരോ വർക്കറുടെ വർക്കിലും ചെറിയ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ വർക്കിൽ മൊത്തത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാകുമെങ്കിലും
അതിൽ പുതുതായി പഠിച്ചെടുക്കേണ്ട പണി എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും വർക്കർക്ക് കുറച്ച് മാത്രമാണ്. മാറ്റങ്ങളോട് വളരെ ഈസി ആയിട്ട് അഡാപ്റ്റ് ആവാനായിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് സാധിക്കും. അതുപോലെ തന്നെ സ്റ്റാഫിനെയൊക്കെ നന്നായി ഡെവലപ്പ് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. അതത് ഡിപ്പാർട്ട്മെന്റ് വൈസ് തിരിച്ച് അവരുടെ ജോബിന്റെ നേച്ചർ തിരിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ പേഴ്സണൽസിനെ, നമ്മുടെ സ്റ്റാഫിനെ, വർക്കേഴ്സിനെ അവരുടെ കഴിവുകളെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കുന്നു. ഇതാണ് ഓർഗനൈസിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സ്പെഷ്യലൈസേഷൻ്റെ ഒന്നുകൂടി നോക്കുന്ന പോയിന്റ്സ്, ഓർഗനൈസിംഗ് ലീഡ്സ് ടു എ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് ജോബ്സ് അമംഗ്സ് ദ വർക്ക് ഫോഴ്സ്. വർക്ക് ഫോഴ്സിനിടയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. ദ ഡിവിഷൻ ഓഫ് വർക്ക് ഇൻ ടു സ്മോളർ ജോബ്സ് റെഡ്യൂസസ് വർക്ക് ലോഡ്. ചെറിയ ചെറിയ ജോലികളായിട്ടുള്ള വർക്കിൻ്റെ ഡിവിഷൻ നമുക്ക് വർക്ക് ലോഡ് കുറയ്ക്കുന്നു. ആൻഡ് ദിസ് എൻഹാൻസസ് പ്രൊഡക്ടിവിറ്റി. ഇത് പ്രൊഡക്ടിവിറ്റിയെ വർദ്ധിപ്പിക്കുന്നു. ആൻഡ് റിപ്പീറ്റേറ്റീവ് പെർഫോമൻസ് ഓഫ് ദ സെയിം ടൈപ്പ് ഓഫ് ജോബ്. സെയിം ടൈപ്പ് ഓഫ് ജോബ് ആവർത്തിച്ച് ചെയ്യുന്നതിനെ അത് കാരണമാകുന്നു. അപ്പോഴെന്ത് സംഭവിക്കുന്നു? ഒരേ ജോലി ആവർത്തിച്ച് ചെയ്യാനിടയായാലും സ്പെഷ്യലൈസേഷന് കാരണമാകുന്നു. അത് തന്നെ. ഇനി ഇപ്പോൾ ഇത് വേറെ രീതിയിൽ ഇപ്പോൾ ചോദിക്കാൻ പരീക്ഷിക്കല്ലേ, എങ്ങനെയാണ് ഹൗ ഡസ് സ്പെഷ്യലൈസേഷൻ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി? സ്പെഷ്യലൈസേഷൻ എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരുന്നത്? അതായത് ഒരു സ്റ്റാഫ് സ്ഥിരമായിട്ട് ഒരു വർക്ക് തന്നെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അയാൾ അതിൽ സ്പെഷ്യലിസ്റ്റ് ആകുന്നു. അയാൾ അതിൽ സ്പെഷ്യലിസ്റ്റ് ആകുമ്പോൾ അയാൾക്ക് ബാക്കിയുള്ളവർ സ്പെഷ്യലിസ്റ്റ് അല്ലാത്ത ആൾ 5 എണ്ണം ഉൽപ്പാദിപ്പിക്കേണ്ട നേരത്തെ അയാൾക്ക് 10 എണ്ണം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. അപ്പോൾ സ്പെഷ്യലൈസേഷൻ വന്നാൽ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ടിവിറ്റി വരില്ലേ? സ്പെഷ്യലൈസേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? ഓർഗനൈസിങ് നന്നായി ഓർഗനൈസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് കുറേ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഒന്ന്, ബെനിഫിറ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ. 2, വർക്കിംഗ് റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നു. ഞാൻ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, എൻ്റെ ഡ്യൂട്ടി എന്താ, റെസ്പോൺസിബിലിറ്റി എന്താ, അതോറിറ്റി എന്താ, ലിമിറ്റ് എന്താ, ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നു. ആംബിഗിറ്റി അഥവാ കൺഫ്യൂഷൻ ഒഴിവാകുന്നു. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഒട്ടും അമിതമായി ഉപയോഗിക്കുന്നില്ല, അണ്ടർ യൂട്ടിലൈസേഷൻ നടക്കുന്നില്ല, കറക്റ്റ് അളവിന്. അതാണ് ഒപ്റ്റിമം ആയിട്ട് റിസോഴ്സസ് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ബെസ്റ്റ് പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കുന്നു. ഭരണവും ഫലപ്രദമാവുന്നു. മാറ്റങ്ങളോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. വ്യക്തികളെ ഡെവലപ്പ് ചെയ്യുന്നതിനും കമ്പനിയുടെ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്നു. ഇത്രയും പോയിന്റ്സ് പറഞ്ഞാലാണ് ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുള്ളൂ അല്ലേ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? വർക്കിംഗ് റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി വരണം എന്ന് പറഞ്ഞു. സ്പെഷ്യലൈസേഷനാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. സ്പെഷ്യലൈസേഷൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു. 2, ഓർഗനൈസിങ് നല്ലതാകുമ്പോൾ ഓരോ തൊഴിൽ ബന്ധങ്ങളിൽ വ്യക്തത വരുന്നു. അതായത് ഓർഗനൈസിങ് ഹെൽപ്സ് ഇൻ ഡിഫൈനിങ് ഓൾ ദ ജോബ്സ് ആൻഡ് ഓൾസോ ക്ലാരിഫൈങ് ദ ലിമിറ്റ്സ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അധികാരത്തിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെയും പരിധി ഓരോ പണിക്കാരനും കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഓർഗനൈസിംഗ് പ്രൊവൈഡ്സ് ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്സ് ബൈ അസൈനിങ് സ്പെസിഫിക് ജോബ്സ്, ഡിഫൈനിങ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ഈച്ച് ജോബ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് എ ക്ലിയർ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ. ആരോട് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനൊരു ക്ലാരിറ്റി വരുത്തുകയാണ്. അപ്പോൾ കൺഫ്യൂഷൻ ഒഴിവായി. ദിസ് പ്രിവെൻസ് ആംബിഗിറ്റി. ഇത് ആംബിഗിറ്റിയെ തടയുന്നു, ആശയക്കുഴപ്പത്തെ തടയുന്നു. റെഡ്യൂസസ് വർക്ക് ഡ്യൂപ്ലിക്കേഷൻ. എൻഷുവേഴ്സ് ഈച്ച് പേഴ്സൺ നോസ് ദർ ഡ്യൂട്ടീസ് ആൻഡ് ലിമിറ്റ്സ്. ഓരോ തൊഴിലാളിയും അവൻ്റെ ഡ്യൂട്ടിയിൽ ലിമിറ്റും ഒക്കെ അറിഞ്ഞിരിക്കുന്നു എന്ന കാര്യം മുൻകൂട്ടി മാനേജ്മെന്റിന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. ആർക്കും എക്സ്ക്യൂസ് പറയാനില്ല. വിച്ച് ഇംപ്രൂവ്സ് കോർഡിനേഷൻ ആൻഡ് എഫിഷ്യൻസി. അപ്പോൾ എല്ലാവരും കോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, എഫിഷ്യൻസിയോടുകൂടി വർക്ക് ചെയ്യുന്നു. അടുത്തത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷനാണ് അടുത്തത്. ഓർഗനൈസിംഗ് ഫംഗ്ഷൻ ലീഡ്സ് ടു യൂസേജ് ഓഫ് ഓൾ നാച്ചുറൽ റിസോഴ്സസ്, ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. എല്ലാ നാച്ചുറൽ റിസോഴ്സസും ഫിനാൻഷ്യൽ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് എന്ന അവസ്ഥയിലേക്ക് കമ്പനി ലീഡ് ചെയ്യുന്നു. ഡെലിഗേഷൻ, വർക്ക് ഡെലിഗേറ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ ടീമിൽ മെമ്പർക്കും കൃത്യമായി വർക്ക് ഡെലിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ വർക്ക് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നില്ല. ഒരു വർക്ക് ഒരാൾക്ക് ഡെലിഗേറ്റ് ചെയ്താൽ അടുത്ത വർക്ക് വേറൊരാൾക്കാണ്. ആ ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട വർക്ക് മാത്രമാണ് അയാൾ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ ഒരു വർക്ക് എടുത്ത് അയാൾ ചെയ്യുന്നില്ല. സോ മറ്റൊരാൾ ചെയ്ത വർക്ക് തന്നെ വേറൊരാൾ വീണ്ടും എടുത്ത് അറിയാതെ ചെയ്തു പോകുമ്പോഴാണ് ജോലിയുടെ ഇരട്ടിപ്പ് സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്നില്ല, കാരണം പ്രോപ്പർ ഓർഗനൈസ്ഡ് ആണ് കാര്യങ്ങളെല്ലാം. ദ പ്രോപ്പർ അസൈൻമെന്റ് ഓഫ് ജോബ്സ് അവോയ്ഡ്സ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ആൻഡ് മിനിമൈസസ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. സ്പെഷ്യലൈസ്ഡ് വർക്കർ ആണെങ്കിൽ അയാൾക്ക് റിസോഴ്സ് വേസ്റ്റേജ് ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പോയിന്റ്. ദിസ് ക്ലിയർ അസൈൻമെന്റ് ഓഫ് ടാസ്ക് അവോയ്ഡ്സ് കൺഫ്യൂഷൻ. ടാസ്കുകളുടെ ക്ലിയർ അസൈൻമെന്റ് കൺഫ്യൂഷൻ ഒഴിവാക്കുന്നു. മിനിമൈസസ് വേസ്റ്റ് മിനിമൈസേഷൻ നടത്തുന്നു, വേസ്റ്റിന് അധികം ഉണ്ടാക്കുന്നില്ല. ആൻഡ് അലൗസ് ഫോർ ദ ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് ഈച്ച് റിസോഴ്സ്. ഓരോ റിസോഴ്സിൻ്റെയും ബെസ്റ്റ് പോസിബിൾ യൂസ് നടക്കുന്നു. അൾട്ടിമേറ്റ്ലി എൻഹാൻസിങ് ദ ഓർഗനൈസേഷൻസ് എഫിഷ്യൻസി. സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി ആത്യന്തികമായി അത് മെച്ചപ്പെടുന്നു, വർദ്ധിക്കുന്നു.
ഇനി ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ, ഇറ്റ് പ്രൊവൈഡ്സ് ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജോബ്സ്. ഓരോ ജോലിയും എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു വിവരണം, ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകുന്നു. ആൻഡ് റിലേറ്റഡ് ഡ്യൂട്ടീസ്, ആ ജോലിയുമായി ബന്ധപ്പെട്ട കടമകളെ കുറിച്ചൊക്കെ. വിച്ച് ഹെൽപ്സ് ടു അവോയ്ഡ് കൺഫ്യൂഷൻ ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, വർക്ക് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല. ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്സ് എനേബിൾസ് പ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് വർക്ക് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാൻ മാനേജർമാർക്ക് കഴിയുന്നതാണല്ലോ ഭരണനിർവഹണം എന്ന് പറയുന്നത്. വിച്ച് റിസൾട്ട്സ്, അപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുമ്പോൾ ഇഫക്റ്റീവായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ പോസിബിൾ ആകുന്നു. വിച്ച് റിസൾട്ട്സ് ഇൻ ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഇനി മാറ്റങ്ങളോട് ഒത്തുപോകാൻ കഴിയുന്നു എന്ന പോയിന്റാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ചേഞ്ചസിനോട് അഡാപ്റ്റായി പോകാൻ കഴിയുന്നത് സ്ഥാപനങ്ങൾക്ക്? അത് മറ്റൊന്നുമല്ല, ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ഈസ് ഫ്ലെക്സിബിൾ വിച്ച് അലൗസ് എ ബിസിനസ് എന്റർപ്രൈസ് ടു അക്കോമഡേറ്റ് ചേഞ്ചസ് ഇൻ ദ ബിസിനസ് എൻവയോൺമെന്റ്. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ചേഞ്ചസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഈസി ആകുന്നു, ഫ്ലെക്സിബിൾ ആണ്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കൂടിയിട്ട് മൊത്തത്തിലൊരു വലിയ മാറ്റമല്ല, പല പല ഡിപ്പാർട്ട്മെന്റുകളിലും ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ മാത്രം അതത് ഡിപ്പാർട്ട്മെന്റുകൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി ടോട്ടൽ ചേഞ്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് സ്റ്റെബിലിറ്റി ടു ആൻ എന്റർപ്രൈസ്. അങ്ങനെ വരുമ്പോൾ സ്ഥാപനത്തിന് ഒരു സ്ഥിരതാ സ്വഭാവം കൈവരുന്നു. കാരണം സ്ഥാപനം ഇടക്ക് വെച്ച് പ്രവർത്തനം നിർത്തിപ്പോകുന്ന അവസ്ഥയുണ്ടാകുന്നില്ല. മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രം വരുത്തിയാൽ തന്നെ ഒരു ടോട്ടൽ ചേഞ്ച് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നു. വ്യക്തികളെ എങ്ങനെയാണ് ട്രെയിനിങ് കൊടുത്ത് ഡെവലപ്പ് ചെയ്യുന്നത്? എ വെൽ ഡിസൈൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എൻകറേജസ് ഇനീഷ്യേറ്റീവ് ആൻഡ് റിലേറ്റീവ് തിങ്കിങ് ഓൺ പാർട്ട് ഓഫ് ദ എംപ്ലോയീസ്. അതായത് മുൻകൈയെടുത്ത് ഓരോ കാര്യം നോക്കിയും കണ്ടും അറിഞ്ഞും ചെയ്യണമെന്ന് ഉള്ള ഒരു ധാരണ, ഒരു സ്റ്റഡി ക്ലാസ് ആ സ്റ്റാഫിന് കൊടുക്കാനായിട്ട് വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറിന് കഴിയുന്നു. അപ്പോൾ മോളിൽ നിന്ന് ആജ്ഞ കിട്ടാതെ തന്നെ സാഹചര്യത്തിനനുസരിച്ച് ഉചിതമായ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യാൻ, അങ്ങനെയാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക. ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ആ ഒരു സ്വഭാവം തൊഴിലാളികൾക്കിടയിൽ അതിന് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. വെൻ മാനേജർ ഡെലിഗേറ്റ്സ് ദെയർ അതോറിറ്റി, മാനേജർ അവരുടെ അധികാരം കൈമാറി കൊടുക്കുമ്പോൾ ഇറ്റ് റെഡ്യൂസസ് ദെയർ വർക്ക് ലോഡ്, മാനേജറുടെ വർക്ക് ലോഡ് കുറയുന്നു. അപ്പോഴോ ആൻഡ് ദിസ് ഓൾസോ ക്യാൻ ഗിവ് ടൈം ഓൺ ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, മാനേജർക്ക് സമയം കൂടുതൽ സുപ്രധാനമായ കാര്യങ്ങളിലേക്ക് കൊടുക്കാൻ കഴിയുന്നു. അപ്പോൾ കമ്പനിയുടെ ഗ്രോത്തിനും ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരുന്ന കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ മാനേജർക്ക് കഴിയുന്നു. ഇങ്ങനെ വരുമ്പോൾ മാനേജറും വളരുന്നു, താഴെയുള്ള വ്യക്തികളും പുതിയ ഡെലിഗേഷനിലൂടെ പുതിയ ഉത്തരവാദിത്തങ്ങൾ കൈമാറി കിട്ടുന്നതിലൂടെ അവരും പണി ചെയ്ത് പഠിക്കുകയാണ്, ഉയർന്ന ജോലികൾ ചെയ്ത് പഠിക്കുകയാണ്. ഇനി എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ആണ്. കമ്പനിയുടെ എക്സ്പാൻഷൻ കമ്പനിയുടെ ഗ്രോത്തുമാണ്. ഓർഗനൈസിംഗ് ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് എന്റർപ്രൈസ്. സ്ഥാപനത്തിന്റെ ഗ്രോത്തിനും സ്ഥാപനത്തിന്റെ വൈവിധ്യവൽക്കരണത്തിനും ഓർഗനൈസിംഗ് സഹായിക്കുന്നു. By adding more job positions, departments, product lines, new geographical territories, etc., the company can this will automatically help to increase customer base. നല്ല കസ്റ്റമർ ബേസ് ഉണ്ടാവും, നല്ല ഗുഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ സെയിൽസ് ഉണ്ടാവുന്നു, പ്രോഫിറ്റ് ഉണ്ടാവുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ പ്രോഡക്റ്റ് ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ വിജയിക്കും എന്നുള്ളതാണ്. പുതിയ മാർക്കറ്റ് കണ്ടെത്തിയാൽ അവിടെയും നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ്, ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്.